ഈ കോൺടാക്ടറിൻ്റെ A1 A2 പോയിൻ്റാണ് ഈ കാണുന്നത്. A1ലേക്ക് ന്യൂട്രൽ ഇതുപോലെ കണക്ട് ചെയ്യുക. രണ്ട് കോൺടാക്ടറിനും ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AK ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AK ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കലിനെ പറ്റി അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. നമുക്ക് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ മനസ്സിലാക്കാനായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റ് വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ രണ്ട് കോൺടാക്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ട് മോട്ടോറുകൾ വർക്ക് ചെയ്യുന്നത്, അതും ഓട്ടോമാറ്റിക്കലായി ഈ ടൈമർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലായി ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വയറിങ് ഈ കോൺടാക്ടർ ഉപയോഗിച്ച് തന്നെ വയറിങ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സ്കെമറ്റിക് ഡയഗ്രവും ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ കൺട്രോൾ വയറിങ് കംപ്ലീറ്റ് ആയി വിവരിച്ചു തരുന്നതാണ്. അതായത് ഇതിൽ ഈ രണ്ട് കോൺടാക്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിൽ കൺട്രോൾ വയറിങ് ചെയ്യുന്നത്, അതിൻ്റെ ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ കംപ്ലീറ്റ് ആയി വിവരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണുക. എങ്കിൽ മാത്രമേ ഞാൻ വിവരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കൺട്രോൾ വയറിങ് അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇലക്ട്രീഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ തീർച്ചയായും കൺട്രോൾ വയറിങ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് തുടർന്നുള്ള വിവരണത്തിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ സ്കെമറ്റിക് ഡയഗ്രാം. ആദ്യം 6x നേരെ 4 പോൾ MCCBയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നേരെ 3 പോൾ MCB വെച്ചിട്ട് നേരെ കോൺടാക്ടറിലേക്ക് കണക്ട് ചെയ്തു. കോൺടാക്ടറിൽ നിന്നും OLRൽ നിന്നും നേരെ പമ്പിലേക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പമ്പ് 1, പമ്പ് 2 എന്നിങ്ങനെ കണക്ട് ചെയ്തായി കാണാം. ഇത് ഈ 5 ആംപിയറിൻ്റെ ഒരു MCB വെച്ചിരിക്കുന്നത് ഇത് കൺട്രോൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. കൺട്രോൾ സപ്ലൈയുടെ ഫേസ്, ന്യൂട്രൽ ഇത് അടുത്ത പേജിലേക്കാണ് പോകുന്നത്. ഇത് കൺട്രോൾ വയറിങ്ങിൻ്റെ സ്കെമറ്റിക് ഡയഗ്രത്തിലേക്ക് ഇത് നമ്മൾ വിവരിക്കുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. ഇത് നേരെ അതിലേക്കാണ് പോകുന്നത്. കൺട്രോൾ വയറിങ് സ്കെമറ്റിക് ഞാൻ തുടർന്ന് വിവരിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഈ കോൺടാക്ടറിൽ എങ്ങനെയാണ് വയറിങ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. അതായത് രണ്ട് കോൺടാക്ടർ, പിന്നെ രണ്ട് ഹാൻഡ് ഓട്ടോ സ്വിച്ച്. ഇത് പമ്പ് 1ൻ്റെ ഹാൻഡ് ഓട്ടോ സ്വിച്ച്, ഇത് പമ്പ് 2ൻ്റെ ഹാൻഡ് ഓട്ടോ സ്വിച്ച്. അതായത് രണ്ട് NO എലമെൻ്റാണ് ഇതിലുള്ളത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3, 4 എന്നത് NO, ഈ കാണുന്നതും 3, 4 എന്നത് NO ആയിരിക്കും. അതായത് ഈ കാണുന്ന പോലെ ആണ് ഹാൻഡ് ഓട്ടോ സ്വിച്ച് എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹാൻഡ് ഓട്ടോ സ്വിച്ച്. അതിൽ രണ്ട് NO എലമെൻറ്റുകളാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിനായി ഒരു കൺട്രോൾ സപ്ലൈക്കുള്ള MCB ഇവിടെ കണക്ട് ചെയ്യണം. MCB എടുത്തു, MCBയിലേക്ക് ഫേസ് കൊടുത്തു. ഇവിടെ ന്യൂട്രൽ, അതുപോലെ രണ്ട് ഇൻഡിക്കേഷനാണ് ഇതിനുള്ളത്. അതായത് പമ്പ് 1ൻ്റെ റൺ ഇൻഡിക്കേഷൻ, അതിൻ്റെ ട്രിപ്പ് ഇൻഡിക്കേഷൻ, പമ്പ് 2ൻ്റെ റൺ ഇൻഡിക്കേഷൻ, ട്രിപ്പ് ഇൻഡിക്കേഷൻ. ഇതാണ് അനലോഗ് ടൈമർ. ഇതിൽ നിന്നും ആണ് നമുക്ക് ഈ രണ്ട് കോൺടാക്ടറും കൺട്രോൾ ചെയ്യുന്നത്. ഈ 1, 2 എന്നീ രണ്ട് കോൺടാക്ടറുകളും കൺട്രോൾ ചെയ്യുന്നത് ഈ ടൈമർ വഴിയാണ്. അടുത്തതായി ന്യൂട്രൽ നേരെ ടൈമറിൻ്റെ 5, 6 എന്നതിൽ 6ൽ നമ്മൾ കണക്ട് ചെയ്തു. അതായത് ഇതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ അനലോഗ് ടൈമറിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നതിനായുള്ള ന്യൂട്രലാണ് ഇത്. അടുത്തതായി ഫേസാണ്. ഈ കൺട്രോൾ സപ്ലൈക്കുള്ള MCBയിൽ നിന്നും ഫേസ് നേരെ ഈ ഫസ്റ്റ് കാണുന്ന 1, 2 എന്നത് ഫ്ലോട്ട് സ്വിച്ചാണ്, ലോ ലെവൽ ഫ്ലോട്ട് സ്വിച്ച്. അതായത് വാട്ടർ സോഴ്സിൽ നമ്മൾ ഒരു ഫ്ലോട്ട് സ്വിച്ച് ഇടേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ലെങ്കിൽ ഈ പമ്പ് വർക്ക് ചെയ്യാൻ, ഇതിലുള്ള ഈ കോൺടാക്ടറുകൾ വർക്ക് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ 1, 2 എന്നീ കണക്ടർ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. അതായത് X എന്നെഴുതിയിരിക്കുന്നത് കണക്ടർ പോയിൻ്റാണ്. 1, 2 ഫ്ലോട്ട് സ്വിച്ച്, 3, 4 ഇവിടെ കാണാം പ്രഷർ സ്വിച്ച് എന്നെഴുതിയിട്ടുണ്ട്. കണക്ടർ പോയിൻ്റ് രണ്ടാമത്തെ പോയിന്റിൽ നിന്നും ഒരു വയർ ഈ 3 എന്നെഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതായത് വയർ നമ്പർ 2, ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് വയർ നമ്പറാണ്, വയറിന് ടാഗ് ചെയ്യേണ്ട നമ്പറാണ്. അതായത് ഇവിടെ നിന്നും 1, ഇവിടെ നിന്നും ഇങ്ങോട്ട് 2 എന്ന ടാഗ് അടിച്ചിരിക്കുന്ന വയറാണ്. അവിടെ നിന്നും 4ൽ നിന്നും 3 എന്നെഴുതിയിരിക്കുന്ന ഈ വയർ ടാഗ് ഈ വയറിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നും നേരെ ടൈമറിൻ്റെ കോമൺ പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ കാണാം 3 എന്നെഴുതിയിട്ടുണ്ട്. 1, 2, 3 എന്നിങ്ങനെയാണ്. ഇതിൽ 1 and 3 NCയും 2 and 3 NOയുമാണ്. പിക്ചർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ
അതിൻ്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ചിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സൈഡാണ് ഹാൻഡ്, റൈറ്റ് സൈഡിൽ ഇത് ഓട്ടോയാണ്. ഇതുപോലെ രണ്ട് ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ 3 എന്നെഴുതിയിരിക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഫേസ് വയർ കണക്ട് ചെയ്യുക. അതായത് ഫേസ് വയർ ലൂപ്പ് ചെയ്ത് നേരെ ഈ 3 എന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ 1 എന്നെഴുതിയിരിക്കുന്ന ഈ ഇവിടെ നിന്നും, അതായത് NC പോയിന്റിൽ നിന്നും നമ്മൾ ഒരു വയർ ഈ ഓട്ടോ എന്നെഴുതിയിരിക്കുന്ന ഈ സൈഡിലേക്ക് 3ലേക്ക് കണക്ട് ചെയ്ത് പമ്പ് 1നുള്ള കൺട്രോൾ സപ്ലൈ ആണ്. അതായത് കൺട്രോൾഡ് സപ്ലൈ ടൈമർ ത്രൂ കൺട്രോൾ ചെയ്യുന്ന സപ്ലൈ ആണ് ഈ 4 എന്ന ഈ നമ്പർ. അടുത്തായി നമുക്ക് ഈ പോയിന്റിലേക്ക് ഒരു ടൈമറിൻ്റെ കൺട്രോൾ പോയിന്റ് വരണം. അതായത് വയർ നമ്പർ 8 ആണ്. ഇത് ക്രമത്തിലല്ല വരുന്നത്, ഞാൻ തുറന്ന് വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരു വയർ ഈ NO പോയിന്റിൽ നിന്നും ഈ ഓട്ടോ പോയിന്റിൻ്റെ മുകളിൽ, അതായത് 3 എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ രണ്ട് ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെയും ഈ 4 എന്നെഴുതിയിരിക്കുന്നത് ഇവിടെ ലൂപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഇവിടെ രണ്ടിടത്തും ലൂപ്പ് ചെയ്യണം. ഞാനിത് കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത് രണ്ടിൻ്റെ വയർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ ലൈറ്റ് ഒരു ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്, ഇതിന് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ ഹാൻഡും ഓട്ടോയും NO എലമെൻ്റ് 4 എന്നത് ഇവിടെ ഇതുപോലെ ലൂപ്പ് ചെയ്യുക. തുടർന്ന് നേരെ ഈ ലൂപ്പ് ചെയ്തിരിക്കുന്നിടത്തു നിന്നും ഒരു വയർ നേരെ ഇവിടെ NC പോയിന്റിലാണ്, അതായത് OLRൻ്റെ NC പോയിന്റിൽ 95, 96 എന്ന ഈ പോയിന്റിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടെ വയർ നമ്പർ ഇവിടെ 9 ആണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വയർ നമ്പർ 8 ആണ്. തുടർന്ന് ഇവിടെ 9 ആണ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് വയർ നമ്പർ 9 ഈ NC പോയിന്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുക. ഈ കോൺടാക്ടറിൻ്റെ A1, A2 പോയിൻ്റാണ് ഈ കാണുന്നത്. A1ലേക്ക് ന്യൂട്രൽ ഇതുപോലെ കണക്ട് ചെയ്യുക. രണ്ട് കോൺടാക്ടറിനും ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഈ ഇൻഡിക്കേഷനുകൾക്ക് ന്യൂട്രൽ കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഇതുപോലെ ഇൻഡിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ന്യൂട്രൽ ഇതുപോലെ കണക്ട് ചെയ്യുക. അതായത് ഇവിടെ നിന്നും ഇതിന് വയർ നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല, അത് ന്യൂട്രൽ ആയതുകൊണ്ട് കോമൺ ആയിരിക്കും. എല്ലാ സ്ഥലത്തേക്കും എല്ലാ പോയിന്റിലേക്കും ന്യൂട്രൽ പോകുന്നത് കോമൺ ആയിട്ടാണ്. അതിന് കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ഇതിന് വയർ നമ്പർ ടാഗ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂട്രൽ നേരെ റൺ ഇൻഡിക്കേഷനിൽ വന്നു, അവിടെ നിന്നും ലൂപ്പ് എടുത്ത് നമ്മുടെ ട്രിപ്പ് ഇൻഡിക്കേഷനിൻ്റെ ഒരു സൈഡിൽ കണക്ട് ചെയ്തു. പമ്പ് 1നും പമ്പ് 2നും ഇതുപോലെ കണക്ട് ചെയ്തെടുക്കണം. തുടർന്ന് നമുക്ക് 95, 96 എന്ന ഈ പോയിന്റിൻ്റെ അടുത്ത പോയിന്റിൽ നിന്നും നേരെ A2ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കോൺടാക്ടറിൻ്റെ കോയിലിൻ്റെ A2 പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പമ്പ് 1ന് ഇവിടുത്തെ A2 പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അവിടെ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ഈ രണ്ട് കോൺടാക്ടറിൻ്റെയും A2 പോയിന്റിൽ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ഈ NO പോയിന്റിലേക്ക്, അതായത് ഈ കാണുന്നത് ഒരു നോർമൽ ഓപ്പൺ പോയിൻ്റാണ്, കോൺടാക്ടറിൻ്റെ മുകളിൽ തന്നെ വരുന്ന ഒരു ഓപ്പൺ പോയിൻ്റാണ് ഈ കാണുന്നത്. അതിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്യുക. അവിടെ നിന്നും നെക്സ്റ്റ് ഈ NO പോയിന്റിൻ്റെ ഈ സൈഡിൽ നിന്നും നേരെ നമ്മുടെ ഗ്രീൻ ഇൻഡിക്കേഷൻ, അതായത് റൺ ഇൻഡിക്കേഷന് കമാൻഡ് കൊടുക്കുന്നതിനായി ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 7 ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് 5, 6 ആണ് ഈ വയറുകൾ നമ്പർ 6 ആണ്. ഇവിടെ 10, ഈ കോൺടാക്ടറിന് 10 ആണ്. അതായത് ഇവിടെ 9 വന്നുകൊണ്ട് അടുത്തത് 10, ഇവിടെ അടുത്ത പോയിന്റ് 11 ആയിരിക്കും. ഇവിടെ 6, അടുത്ത പോയിന്റ് 7, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സ്കെമറ്റിക് ഡയഗ്രാം വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. അതിൽ ഞാൻ വയർ ടാഗ് ചെയ്തിട്ടുണ്ട്, വയർ നമ്പർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെയും ഇതുപോലെ വയർ ടാഗ് ചെയ്ത് കാണിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതുമാണ്. അടുത്തതായി നമുക്ക് ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫേസ് പോയിന്റ് ഇവിടെ ഈ നോർമൽ ഓപ്പൺ പോയിന്റിലേക്ക്, OLRൻ്റെ ഓപ്പൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. അതായത് 96, 97 എന്നത് നോർമൽ ഓപ്പൺ പോയിൻ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി OLR എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കണക്ഷൻസ് എന്താണ്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് വിട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാനായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഐ ബട്ടണിലും
ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ OLRൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ടൈമർ, അനലോഗ് ടൈമർ എന്നിവയുടെ വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഈ ടൈമറിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് ഫേസ് സീക്വൻസ് റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് പ്രൊട്ടക്ഷൻ റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ഐ ബട്ടണിൽ മുകളിലായി നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ കാണാം. ആ ഐ ബട്ടണിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ആ വീഡിയോയിലേക്ക് ചെല്ലാവുന്നതാണ്. ഇലക്ട്രിക്കലിൻ്റെയും കൺട്രോൾ വയറിങ്ങിൻ്റെയും പ്ലേലിസ്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റ് ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ ടൈമർ വർക്ക് ചെയ്യുന്നതിനും ഒരു സപ്ലൈ, അതായത് മെയിൻ സപ്ലൈ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് 9798 എന്നത് ഈ NO പോയിന്റ് വഴിയാണ് നമുക്ക് ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് ട്രിപ്പ് ആകുന്ന സമയത്ത് ഈ NO ക്ലോസ് ആയി, നോർമൽ ഓപ്പൺ ക്ലോസ് ആയി ഈ ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്കൊരു ഡയറക്റ്റ് സപ്ലൈ കൊടുത്താൽ മാത്രമേ ഈ ടൈമർ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുകയുള്ളൂ. 24 ഹവറും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ടൈം ഡയലിങ്ങനെ തിരിയുകയുള്ളൂ. അതിനാണ് ഇതിന് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുന്നത്. ഡയറക്റ്റ് ന്യൂട്രലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഫേസ് വയർ ഇവിടെ കണക്ട് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കാണുന്ന OLRൻ്റെ 98ലേക്ക് നമ്മളിതുപോലെ ലൂപ്പ് ചെയ്ത് അടുത്ത OLRൻ്റെ 98ലേക്ക് ലൂപ്പ് ചെയ്തു. അതിനെ തുടർന്ന് രണ്ടാമത്തെ OLRൻ്റെ 98ൽ നിന്നും ഒരു ലൂപ്പ് എടുത്ത് നേരെ നമ്മുടെ ടൈമറിൻ്റെ ഫേസ് സപ്ലൈയും കൊടുത്തു. തുടർന്ന് നമുക്ക് ഈ ഇൻഡിക്കേഷനിലേക്ക് ഈ 97, അതായത് ഇത് ഈ പോയിന്റ് 97 ആണ്, ഇത് 98 ആണ്. ഈ 97ൽ നിന്നും വയർ നമ്പർ, ഈ ടാഗ് നമ്പർ 12 എന്ന ഈ വയർ നേരെ ട്രിപ്പ് ഇൻഡിക്കേഷൻ്റെ അടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. തുടർന്ന് രണ്ടാമത്തെ OLRൻ്റെ NO പോയിന്റിൻ്റെ 97ൽ നിന്നും 13 എന്ന ഈ ടാഗ് ചെയ്തിരിക്കുന്ന വയർ ഇതിലേക്ക് ഈ ട്രിപ്പ് ഇൻഡിക്കേഷനിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ കൺട്രോൾ വയറിങ് ഏകദേശം പൂർത്തിയായി. ഇതുകൂടാതെ അഡീഷണലായി 2 റിലേ കൂടെ കണക്ട് ചെയ്യണം. റിലേ കാണിച്ച് ഇതിനകത്ത് വയറിങ് കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകത്തില്ല, ചെറുതായി പോകും. അതുകൊണ്ടാണ് റിലേ ഞാൻ ഡ്രോയിങ്ങിൽ വിവരിക്കുന്നതാണ്. ആ റിലേ എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പമ്പ് ട്രിപ്പായാൽ നമുക്ക് അടുത്ത പമ്പ് അതിൻ്റെ കമാൻഡ് കൂടി വർക്ക് ചെയ്യണം. അതായത് ഈ പമ്പ് ട്രിപ്പായിട്ടുണ്ടെങ്കിൽ ഇതിന് കമാൻഡ് വരുമ്പോൾ ഇത് വർക്കാകണം. അതായത് ഇത് കണ്ടിന്യൂസ് വർക്കായിക്കൊണ്ടിരിക്കും. ഇത് ട്രിപ്പായാൽ നേരെ ഇതിന് കമാൻഡ് പോകും. അതിനുകൊണ്ടാണ് റിലേ ഉപയോഗിക്കുന്നത്. ആ റിലേയുടെ ഫംഗ്ഷൻ ഞാൻ ഡ്രോയിങ്ങിൽ വിവരിക്കാം. നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഡ്യുവൽ പമ്പ് കൺട്രോൾ വയറിംഗ് വിത്ത് ടൈമർ സ്വിച്ചിൻ്റെ ഒരു കൺട്രോൾ വയറിംഗ് ആണ്. ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന വയർ നമ്പറുകൾ തന്നെയാണ് ഞാൻ മുമ്പ് കാണിച്ചത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഈസി ആയിട്ട് ഒരു കോൺടാക്ടർ, 2 കോൺടാക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്കത് വയറിങ് ഈസിയായി ചെയ്യാവുന്നതാണ്. ഇതിൽ നോക്കിയാൽ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്കെന്ന് പറഞ്ഞാൽ ഇത് കൺട്രോൾ വയറിങ് ശരിക്കറിയാത്തവർ ഇതിൽ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺട്രോൾ വയറിങ് അറിയാവുന്നവർക്ക് ഇത് ഒരു പ്രശ്നമല്ല. ഇതുപോലെ തന്നെ വയറിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. ആദ്യമേ നമ്മുടെ കൺട്രോൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന MCB ആണ്. അതായത് 6 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 5 ആംപിയറോ, നമുക്ക് 6 ആംപിയർ തന്നെ വേണമെന്നില്ല. 2 കോൺടാക്ടർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും ആംപിയറിൻ്റെ ആവശ്യമില്ല. 6 ആംപിയർ വേണമെങ്കിൽ എടുക്കാം. ഇത് MCB ആണ് കാണിച്ചിരിക്കുന്നത്, കൺട്രോൾ MCB. നേരെ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇവിടെ വരെ ഈ X1 എഴുതിയിരിക്കുന്ന ഈ കണക്ടർ പോയിന്റ് വരേക്കും സപ്ലൈ വന്ന് നിൽക്കും. അതുകൂടാതെ പമ്പ് 1ൻ്റെ OLRൻ്റെ 97ലും പമ്പ് 2ൻ്റെ OLRൻ്റെ 97ലും ഈ സപ്ലൈ വന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ടൈമർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 24 ഹവറും ഈ ടൈമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് സപ്ലൈ ഡയറക്റ്റ് ആണ്, ഇതിന് വേറെ കൺട്രോളൊന്നുമില്ല. നേരെ ഇതിൻ്റെ A1 A2ലേക്ക് ഈ 24 ഹവർ അനലോഗ് ടൈമറിൻ്റെ A1 A2ലേക്ക് ഇതുപോലെ A1ലേക്ക് ഫേസ് സപ്ലൈയും അവിടെ നിന്നും A2വിൽ നിന്നും ന്യൂട്രലിലേക്ക് ഒരു വയറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ടൈമറിന് ഡയറക്റ്റ് ന്യൂട്രൽ ഇവിടെ നിന്നും വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫേസ് സപ്ലൈ നമ്മൾ ഈ ബ്രേക്കറിൽ നിന്ന് ഇവിടെ നിന്ന് നേരിട്ട് ലൂപ്പ് ചെയ്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചത്. അതുപോലെ തന്നെ OLRൻ്റെ
നോർമൽ ഓപ്പൺ പോയിൻ്റാണിത്. ഈ OLR 1, OLR 2 എന്നെഴുതിയിരിക്കുന്നത് പമ്പ് 1, പമ്പ് 2വിൻ്റെ OLRൻ്റെ NO പോയിൻ്റാണ്. നേരെ അവിടെ നിന്നും അടുത്ത വയർ നമ്പർ നമുക്ക് 12 ആണ്. ഈ 12 നേരെ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അത് OLR 1 ട്രിപ്പായാൽ, അതായത് പമ്പ് 1 ട്രിപ്പായാൽ ഉടൻ തന്നെ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യും. ഇത് ഡയറക്റ്റ് ഇതിൽ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ഇത് ഡയറക്റ്റ് വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ ഈ R1 എന്ന റിലേയും വർക്ക് ചെയ്യുന്നതാണ്. ഈ റിലേ വർക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്തെ പമ്പിൻ്റെ OLR നമ്പർ 2 എന്നെഴുതിയിരിക്കുന്ന ഈ NO വഴി ഈ OLR ട്രിപ്പായി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ഇത് ക്ലോസ് ആയി നേരെ നമുക്ക് ഈ പമ്പ് 2 ട്രിപ്പ് ഇൻഡിക്കേഷൻ ഇവിടെ വർക്ക് ചെയ്യും. കൂടാതെ ഈ R2 എന്നെഴുതിയിരിക്കുന്ന ഈ റിലേ 2ഉം കൂടി എനർജൈസ് ആകുന്നതാണ്. അതായത് ഈ ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഈ റിലേയും എനർജൈസ് ആകും. റിലേയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതായത് ഇവിടെ ക്ലോസ് ആയി കൊടുക്കും. R1 ട്രിപ്പായാൽ ഇത് ക്ലോസ് ആകും. R2 ട്രിപ്പായാൽ ഇവിടെ ക്ലോസ് ആകും. ഈ X1 X2 എന്നത് നമുക്ക് ഫ്ലോട്ട് സ്വിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. ഡ്രൈ റണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോട്ട് സ്വിച്ചാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് ടാങ്കിൽ അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് എവിടെയാണോ അവിടെ വാട്ടർ ലഭ്യമല്ല എങ്കിൽ ഇത് ഓപ്പൺ ആയി പോകും. വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്ലോസ് ആവുകയുള്ളൂ. അതായത് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ NO പോയിൻ്റാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും വയർ നമ്പർ 2 ഇതിൽ ഈ പോയിന്റിൽ നിന്നും അടുത്ത X3 എന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ലൂപ്പ് ചെയ്ത് വിട്ടാൽ മതിയാവും. പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. അതായത് ബൂസ്റ്റർ പമ്പിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇവിടെ ലൂപ്പ് ചെയ്ത് വിടാം. ലൂപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ സ്വിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പ്രഷർ ഡൗൺ ആയി കഴിയുമ്പോൾ ഇത് ക്ലോസ് ആകും. ക്ലോസ് ആകുമ്പോൾ തുടർന്ന് ഇങ്ങോട്ട് സപ്ലൈ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് ഇവിടെ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 3 എന്ന് ടാഗ് ചെയ്തിരിക്കുന്ന ഈ വയറിലേക്ക് നമുക്ക് സപ്ലൈ വരും. അത് നേരെ ഈ പമ്പ് 1ൻ്റെ ഹാൻഡിൻ്റെ പൊസിഷനിലേക്ക്, അതായത് നമ്മുടെ ഈ പോയിന്റിലേക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 3 എന്ന പോയിന്റിലേക്കാണ് ഈ വയർ വരുന്നത്. ഇവിടെ 2 സ്ഥലത്തും ഇതുപോലെ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെയും ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വയർ നമ്പർ തന്നെയാണ് ഇവിടെ നമ്മുടെ ടൈമറിൻ്റെ പോയിന്റിലേക്കും കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ റെഡ് കാണിച്ചിരിക്കുന്നത് നേരെ 3 എന്ന പോയിന്റിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അതായത് കോമൺ പോയിന്റിലേക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് നമുക്ക് ഓട്ടോ പൊസിഷനാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ ഓട്ടോ പൊസിഷനിലേക്ക് കണക്ട് ചെയ്യാനായിട്ടായി ഈ 1ൽ നിന്നും നേരെ നമ്മുടെ പമ്പ് 1ൻ്റെ ഈ പോയിന്റിലേക്ക്, അതായത് ഈ 3 എന്ന് എഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം പമ്പ് 1ൻ്റെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ് 2വിൻ്റെ ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പമ്പ് 1ലേക്ക് തന്നെ വരാം. പമ്പ് 1ൻ്റെ ഈ 2 പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റ് 2 NOയുടെയും 4 എന്ന പോയിന്റിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്തെടുക്കണം. വയർ നമ്പർ 5 ആണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാം വയർ നമ്പർ 5 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വയറും ഈ ലൂപ്പ് വയറും 5 ആണ്. അവിടെ നിന്ന് നേരെ നമ്മുടെ OLRൻ്റെ NC പോയിന്റിലേക്കാണ് വരുന്നത്. NC പോയിന്റിൽ നിന്നും കോൺടാക്ടറിൻ്റെ, അതായത് ഈ കോൺടാക്ടറിൻ്റെ NO പോയിന്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്തു. കോൺടാക്ടർ 1ൻ്റെ A1 എന്ന കോയിൽ പോയിന്റിലേക്കുമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്നും നേരെ NC പോയിന്റ് വഴി നേരെ ഇവിടെ വന്നു A2ലേക്ക് ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെ A2 ആണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട, A2 ആണല്ലോ A1 ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ A1ൽ നമ്മൾ കണക്ട് ചെയ്യാനുള്ള കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ, അല്ലെങ്കിൽ ഇവിടെ ക്രോസ് വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇത് നേരെ NO പോയിന്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നേരെ ഇൻഡിക്കേഷൻ്റെ വയർ നമ്പർ 7 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 7. NO പോയിന്റിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മുടെ റൺ ഇൻഡിക്കേഷൻ്റെ ഒരു സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പമ്പ് 1ൻ്റെ കംപ്ലീറ്റ് വയറിംഗ് ആയി. ഇത് പമ്പ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ വയർ തന്നെയാണ് ഇവിടുന്ന് ലൂപ്പ് വന്ന് ഈ ഹാൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഹാൻഡ്, റൈറ്റ് സൈഡിൽ ഓട്ടോയുമാണ്. ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈമറിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്നും, അതായത് NO പോയിന്റിൽ നിന്നും നേരെ ഇവിടെ 3 എന്ന് പറയുന്ന ഈ NO എലമെൻറ്റിൻ്റെ ഇവിടേക്ക് കണക്ട് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് വന്നാൽ നേരെ 4ാമത്തെ പോയിന്റാണ്. അതായത് 2 NOയുടെ 4 എന്നെഴുതിയിരിക്കുന്ന കണക്ടറിലേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് വരും. ലൂപ്പിൽ നിന്ന് നേരെ പമ്പ് 2ൻ്റെ OLRൻ്റെ 95ലേക്ക് കണക്ട് ചെയ്യണം. അവിടെ നിന്നും NC ക്ലോസ് ആയി, എപ്പോഴും ഇത് ക്ലോസ് ആയിരിക്കും. 95, 96 NC ആയതുകൊണ്ട് ഇത് ക്ലോസ് ആയിരിക്കും. നോർമൽ ക്ലോസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ നിന്നും നേരെ ഈ കോൺടാക്ടറിൻ്റെ NO പോയിന്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്തു. തുടർന്ന് A1ൽ ഇവിടെ കോയിലിലേക്കും ഈ കണക്ഷൻ തന്നെയാണ് A1ലേക്കും വരുന്നത്.
അവിടെ നിന്നും വയർ നമ്പർ 11 നേരെ ഈ NO പോയിന്റിൽ നിന്നും നേരെ ഗ്രീൻ ഇൻഡിക്കേഷനിലേക്ക് വന്ന് അതായത് റൺ ഇൻഡിക്കേഷനിലേക്ക് വരും. ഇവിടെ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ വർക്ക് ചെയ്യത്തില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇത് ക്ലോസ് ആയി കിടക്കുന്നത്. അതായത് ഈ പമ്പ് 1-നാണ് ആദ്യം കമാൻഡ് പോകുന്നത്. 1 and 3 ആണ് ഇപ്പോൾ ക്ലോസിൽ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 1 and 3 ആണ് ഇവിടെ ക്ലോസ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ ഈ പമ്പാണ് ആദ്യം വർക്ക് ചെയ്യുക. ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടൈം കഴിയുമ്പോൾ അടുത്തത് ഈ NC പോയിന്റ് ഓപ്പൺ ആവുകയും ഇതിലേക്ക് ഈ 2ലേക്ക് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പമ്പിന് കമാൻഡ് പോകുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ വയറിങ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. www.techforyou.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താലും www.techforyou.com എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നേരിട്ട് എത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു ലൈക്ക് തരിക. ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുപോലെ ഡ്രോയിങ് വരച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ഓൾ.